ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇന്റർനെറ്റ് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് സബ്നെറ്റിംഗ്. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ പേടിക്കേണ്ട. ഇന്ന് നമ്മൾ വളരെ ലളിതമായിട്ട് ഇതിന്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ എന്താണ് ഈ സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വലിയ, ചിലപ്പോൾ താറുമാറായി കിടക്കുന്ന ഒരു നെറ്റ്വർക്കിനെടുത്ത് അതിനെ ചെറിയ, ചിട്ടയുള്ള, കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാക്കി മാറ്റുന്നു. അത്രയുള്ളൂ. പക്ഷെ എന്തിനാണ് ഇങ്ങനൊരു നെറ്റ്വർക്കിനെ മുറിക്കേണ്ട ആവശ്യം? അതിന് നല്ല കിടിലൻ കാരണങ്ങളുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ നമുക്കൊരു വലിയ ഓഫീസ് കെട്ടിടം സങ്കല്പിച്ചു നോക്കാം. നൂറുകണക്കിന് ആളുകൾ ഒരൊറ്റ വലിയ ഹാളിലിരുന്ന് ജോലി ചെയ്യുന്നുവെന്ന് വിചാരിക്കുക. എന്തൊരു ബഹളമായിരിക്കുമല്ലേ? ആശയക്കുഴപ്പങ്ങൾ, കാര്യക്ഷമതയില്ലായ്മ, അങ്ങനെ ആകെ പ്രശ്നമാവും. സബ്നെറ്റിംഗ് എന്ന് പറയുന്നത് ഈ വലിയ ഹാളിനെ സെയിൽസ്, മാർക്കറ്റിംഗ്, HR എന്നൊക്കെ പറഞ്ഞ് പല ഡിപ്പാർട്ട്മെന്റുകളായി തിരിക്കുന്നത് പോലെയാണ്. ശരി, അപ്പോൾ നമുക്ക് ഈ ഓഫീസ് ബിൽഡിംഗ് എന്ന ഐഡിയ വെച്ച് സബ്നെറ്റിംഗിന്റെ ഉള്ളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഇപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു ഓഫീസിനെ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെയിൽസിലെ ആൾക്കാർ സംസാരിക്കുന്നത് മാർക്കറ്റിംഗിലെ ആൾക്കാരെ ശല്യപ്പെടുത്താതിരിക്കാൻ, അതായത് നെറ്റ്വർക്കിന്റെ പ്രകടനം മെച്ചപ്പെടും. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും രഹസ്യരേഖകൾ അവിടെ തന്നെ ഇരിക്കാൻ, അതായത് സുരക്ഷ കൂടും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ മാനേജറെ വെച്ച് കാര്യങ്ങൾ എളുപ്പത്തിലാക്കാം, അല്ലേ? ഇതേ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്കുകളെയും സബ്നെറ്റുകളാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡിജിറ്റൽ ബിൽഡിംഗ് റെഡിയായി. ഇനിയിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിനകത്തുള്ള ഓരോ ഡെസ്കിനും ഒരു അഡ്രസ്സ് വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ ആകെ കൺഫ്യൂഷനാവില്ലേ? അതിനെ നെറ്റ്വർക്കിംഗ് ലോകത്ത് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടൂൾസാണ് IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും. ഇതിനെ നമ്മുടെ കെട്ടിടത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റായിട്ട് കാണാം. ഇത് ശരിക്കും ഭയങ്കര സിമ്പിളാണ്. ഒരു IP അഡ്രസ് എടുത്താൽ അതിന് രണ്ടു ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് നെറ്റ്വർക്ക് ഭാഗം. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വിലാസം പോലെയാണ്. രണ്ടാമത്തേത് ഹോസ്റ്റ് ഭാഗം. ഇത് ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള ഓരോ ഡെസ്കിന്റെയും, അതായത് കമ്പ്യൂട്ടറിന്റെയും പ്രത്യേക നമ്പറാണ്. ഇനി നമുക്ക് ഒരു റിയൽ എക്സാമ്പിൾ വെച്ച് ഇതൊന്ന് നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മുടെ IP അഡ്രസ് 192.168.12.160 ആണെന്ന് വിചാരിക്കുക. അതിന്റെ സബ്നെറ്റ് മാസ്ക് 255.255.255.192. അവിടെ ഒരു /26 എന്ന് കാണുന്നില്ലേ? അതിനെ CIDR നൊട്ടേഷൻ എന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇനി ഈ ബ്ലൂ പ്രിന്റിന്റെ ഒരു മാജിക് കാണിച്ചു തരാം. ഈ സബ്നെറ്റ് മാസ്ക് ഉണ്ടല്ലോ, അതൊരു അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മാസ്കിലുള്ള ഒന്നുകൾ IP അഡ്രസ്സിലെ നെറ്റ്വർക്ക് ഭാഗത്തെ അങ്ങ് ലോക്ക് ചെയ്യും. അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ വിലാസം മാറില്ല. പക്ഷേ മാസ്കിലെ പൂജ്യങ്ങൾ വരുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് ഹോസ്റ്റ് ഭാഗം. ആ ഭാഗത്താണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഡെസ്ക് നമ്പറുകളുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിൽ ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഇനി ഇത് വെച്ച് നമ്മുടെ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് എവിടെ തുടങ്ങുന്നോ, എവിടെ തീരുന്നോ എന്ന് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നോക്കാം. ഇതിന് വെറും രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. വളരെ സിമ്പിൾ. ആദ്യം നെറ്റ്വർക്ക് അഡ്രസ് കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന കവാടം പോലെയാണ്. രണ്ടാമത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് കണ്ടുപിടിക്കണം. അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ അവസാനത്തെ വിലാസമാണ്. അതായത് അവിടെയുള്ള എല്ലാവർക്കും ഒരേ സമയം ഒരു അറിയിപ്പ് കൊടുക്കാനുള്ള അഡ്രസ്. നെറ്റ്വർക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? IP അഡ്രസ്സിലെ ഹോസ്റ്റ് ഭാഗത്തെ, അതായത് നമ്മുടെ ഡെസ്ക് നമ്പറുകളെ സൂചിപ്പിക്കുന്ന എല്ലാ ബിറ്റുകളെയും പൂജ്യമാക്കി മാറ്റും. ഇവിടെ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന ബിറ്റുകൾ പൂജ്യമാക്കിയപ്പോൾ നമുക്ക് 128 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് അഡ്രസ് 192.168.12.128 ആണ്. ഇതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തുടക്കം. ഇനി ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് കിട്ടാനോ? നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഹോസ്റ്റ് ഭാഗത്തുള്ള എല്ലാ ബിറ്റുകളും, അതായത് ഡെസ്ക് നമ്പറുകളെ ഒന്നാക്കി മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 191 എന്ന് കിട്ടും. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് 192.168.12.191 ആണ്. ഇത് ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും ഒരേ സമയം ഒരു സന്ദേശം അയക്കാനുള്ളൊരു സ്പെഷ്യൽ അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ ഈ സബ്നെറ്റിൽ 128 മുതൽ 191 വരെ ആകെ 64 അഡ്രസ്സുകളുണ്ട്. പക്ഷേ അതിലെ ആദ്യത്തേതും നെറ്റ്വർക്ക് അഡ്രസ്, അവസാനത്തേതും ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സും നമുക്ക് കമ്പ്യൂട്ടറുകൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് നെറ്റ്വർക്കിന്റെ ആവശ്യങ്ങൾക്കായി റിസർവ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് ബാക്കിയുള്ള 62 അഡ്രസ്സുകളാണ്. ശരി, അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം. നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് വലുതായി. അതിനകത്ത് 4 ചെറിയ ടീമുകളെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് ഒരു സബ്നെറ്റിനെ വീണ്ടും സബ്നെറ്റ് ചെയ്യുക എന്ന ആശയം വരുന്നത്.
അപ്പം നമുക്ക് ഈ ഓഫീസ് റെനോവേഷൻ പരിപാടിയിലേക്ക് കിടക്കാം. ഒരു സബ്നെറ്റിനെ വീണ്ടും എങ്ങനെയാണ് ചെറിയ സബ്നെറ്റുകളായിട്ട് മാറ്റുന്നതെന്ന് നോക്കാം. ഒരു വലിയ ഡിപ്പാർട്ട്മെന്റിനെ ചെറിയ ചെറിയ ക്യാബിനുകളാക്കി മാറ്റുന്നത് പോലെയാണിത്. 4 പുതിയ ടീമുകൾ, അതായത് 4 സബ്നെറ്റുകൾ ഉണ്ടാക്കാൻ നമ്മളൊരു സിമ്പിൾ കണക്ക് ഉപയോഗിക്കും. 2ന്റെ എത്രാമത്തെ പവറാണ് 4? 2 അല്ലേ? കാരണം 2 to the power of 2 ആണ് 4. അതുകൊണ്ട് നമ്മൾ ഹോസ്റ്റ് ഭാഗത്ത് നിന്ന് 2 ബിറ്റുകൾ കൂടി നെറ്റ്വർക്ക് ഭാഗത്തേക്ക് കടം വാങ്ങുന്നു. അപ്പം നമ്മൾ ഈ 2 ബിറ്റ്സ് കടം വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലൂ പ്രിന്റ്, അതായത് സബ്നെറ്റ് മാസ്ക് അങ്ങ് മാറും. അത് 26ൽ നിന്ന് 28 ആയിട്ട് മാറും. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഭാഗം കുറച്ചുകൂടി വലുതായി, ഹോസ്റ്റ് ഭാഗം ചെറുതായി. നമ്മുടെ ഓഫീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂടി, പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഡെസ്കുകളുടെ എണ്ണം കുറഞ്ഞു. കണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ ആ വലിയ /26 സബ്നെറ്റിനെ നമ്മൾ 4 ചെറിയ ഒതുക്കമുള്ള /28 സബ്നെറ്റുകളാക്കി മാറ്റി. ഓരോ പുതിയ ക്യാബിനും അതിൻ്റേതായ നെറ്റ്വർക്ക്, ബ്രോഡ്കാസ്റ്റ് വിലാസങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആയില്ലേ? ഇത്രയും ബൈനറി കണക്കൊക്കെ കാണുമ്പോൾ ഒരു തലവേദന തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, നെറ്റ്വർക്ക് എക്സ്പേർട്സ് ഇതൊന്നിങ്ങനെ പേപ്പറിൽ എഴുതി നോക്കാറില്ല. അവർക്കെങ്ങനെയാണിതൊക്കെ മനസ്സിൽ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്? അതിനൊരു കിടിലൻ ട്രിക്കുണ്ട്. ഈ വിഷയത്തെപ്പറ്റി ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഒരുപാട് കണക്കുകളുണ്ടെന്ന് തോന്നുമെങ്കിലും എല്ലാം 2ന്റെ പവേഴ്സ് ആയതുകൊണ്ട് അധികമൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ട്രിക്ക് ഇതാണ്. ആ CIDR നമ്പറില്ലേ, ഉദാഹരണത്തിന് /25, അതെടുക്കുക. അതിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 1. ഇനി 8ൽ നിന്ന് ആ ശിഷ്ടം, അതായത് 1 കുറയ്ക്കുക. അപ്പോൾ 7 കിട്ടും. ആ സംഖ്യയെ 2ന്റെ പവറായി എടുത്താൽ, അതായത് 2 to the power of 7, നമുക്ക് ആ സബ്നെറ്റിലെ ആകെ അഡ്രസ്സുകളുടെ എണ്ണം കിട്ടും, 128. സിമ്പിളല്ലേ? ഈ ടേബിളിലേക്കൊന്ന് നോക്കിയേ. കണ്ടോ ആ ശിഷ്ടവും ഹോസ്റ്റുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം? ഇത് വെറുമൊരു പവർ ഓഫ് 2 കളിയാണ്. ഈ പാറ്റേൺ മനസ്സിൽ വെച്ചാൽ മതി, ഏത് സബ്നെറ്റിലെയും അഡ്രസ്സുകളുടെ എണ്ണം ഒരു കാൽക്കുലേറ്ററുമില്ലാതെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സബ്നെറ്റിംഗിന്റെ പവർ. ഒരു താറുമാറായ സിസ്റ്റത്തിനെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരുന്നു. വലിയ, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള നെറ്റ്വർക്കുകളെ വേഗതയും സുരക്ഷയും കാര്യക്ഷമതയുമുള്ള ചെറിയ നെറ്റ്വർക്കുകളാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് സബ്നെറ്റിംഗ്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത തവണ ഒരു ഓഫീസിലോ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലോ ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഈ വലിയ നെറ്റ്വർക്കിനെ എങ്ങനെയായിരിക്കും അവർ ഇത്ര ചിട്ടയോടെ ചെറിയ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ നിങ്ങൾക്കറിയാം, അതിന്റെ പിന്നിലെ രഹസ്യം സബ്നെറ്റിംഗ് എന്ന ഈ ആശയമാണ്.